വേറെ ഒന്നും പറയാനില്ല. താങ്ക്സ്. ആ നേരിട്ട് കാണാം. ഓക്കെ ബൈ. എടാ നന്ദ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ കെവിൻ പറഞ്ഞത് ചെയ്യൂന്ന്? എടാ എന്ത് വില കൊടുത്ത് നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷിക്കുക തന്നെ ചെയ്യും. നീ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരുന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന്. ഇപ്പൊ ഹാപ്പി അല്ലേ? എന്ത് ആ ദേ ഇനി ഇങ്ങനെ ഡള്ളായിരുന്ന മോന്തക്കെട്ടി ചവിട്ടും ഞാൻ ഓക്കേടാ. ഒന്ന് ഉഷാറാവടാ. ദേ നമുക്കിനി ഒന്നും പേടിക്കണ്ട. നിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവന്റെ ഭീഷണി ഇനി ഉണ്ടാവില്ല. നോക്ക്, DYSPയാ പറഞ്ഞേ പേടിക്കണ്ട, പൊക്കോളാൻ. കെവിനെ, എടാ ആരാ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്? അപ്പൊ നിന്നാ പോരെ മച്ചാ, കുഴിയണെന്ന് എന്തിനാ? എടാ നീ എന്താണ് നിന്റെ കൂട്ടുകാരനെ കുറിച്ച് വിചാരിച്ചേ? ദേ ഞാൻ ഒരു തടവ சொன்னா 100 തടവ சொன்ன മതിരി. പഴയ നാടൻ രീതിയിൽ പറഞ്ഞാ നിന്റെ ദേഹത്തൊന്ന് തൊടണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം. ഓ സമാധാനമായി. അവസാനം നീ ഒന്ന് ചിരിച്ചല്ലോ. അരുന്ധതിമടുത്ത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. എന്തിന്? മോനെ നേരവണ്ണം വളർത്തിയില്ലെങ്കിലേ ഇങ്ങനെ ഇരിക്കും. ഇപ്പോ നിന്റെ കൈയുണ്ടല്ലെങ്കിൽ വേറൊരാള് ഋഷി തീർത്തനെ. ഇനി നീ ഋഷിയെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. DYSP നമുക്ക് വാക്ക് തന്നല്ലേ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാലും ആരുടെ ഇങ്ങനെ ഒരു കൊലക്കേസിൽ ഇടപെട്ട് നമ്മളെ ഈസി ആയിട്ട് രക്ഷപ്പെടുത്തിയേ? അതാരാണെന്ന് നിനക്കറിയണം? പറയാം. ഹായ് ദേവിക. ഹായ് കെവിൻ. പതറിപ്പോവരുത്, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ചെല്ല്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെന്താ നന്ദു? അച്ഛൻ നന്ദുവിനെ എങ്ങോട്ടാ അയച്ചേ? പറ. ഞാൻ പറയാം, വീട്ടിൽ വന്നിട്ട് പറയാം. വേണ്ട, ഇവിടെ വെച്ച് തന്നെ പറയണം. ഞാനും നന്ദു അല്ലാതെ ഇവിടെയുള്ള രണ്ടുപേരും നന്ദുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. ഒരാള് ബിസിനസ് പാർട്ട്ണർ, മുരളേട്ടൻ പണ്ടേ ഉള്ള കൂട്ടുകാരൻ. ഇവരും കേക്കട്ടെ. പറ, എന്താ നന്ദുവിന് പറ്റിയത്? അല്ല ദേവി, അത് അച്ഛൻ നന്ദുവിനോട് എവിടെയും പോവാൻ പറഞ്ഞിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? എന്താ നന്ദ, പാവം ദേവിക ആകെ അമ്പരന്ന് നിൽക്കായിരുന്നു. നീ എവിടെയെങ്കിലും മാറി നിൽക്കായിരുന്നോ? എന്താ നന്ദു? കാര്യങ്ങൾ ഞാൻ പറയാം ദേവിക. നന്ദൻ കുറച്ചു ദിവസമായിട്ട് അല്പം വറീഡായിരുന്നല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? എന്താ കെവിൻ, നിങ്ങൾ എവിടെയായിരുന്നു? ഓഫീസിൽ നന്ദന്റെ കയ്യിൽ നിന്ന് പരിചയക്കുറവ് കൊണ്ടൊരു പിഴവ് സംഭവിച്ചു. അതിന്റെ പേരിൽ കമ്പനിക്ക് മോശമില്ലാത്തൊരു നഷ്ടം സംഭവിച്ചു. ഈശ്വര. ആ അത് ശരി. അപ്പൊ ദേവിക്കും ടെൻഷനായോ? ദേവിക, നന്ദൻ മനഃപൂർവ്വം വരുത്തിയ തെറ്റല്ല. കമ്പനിയെ ഉയരത്തിലെത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവനാ നന്ദൻ. അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു നഷ്ടം, അതിന് എത്ര വലുതാണെങ്കിലും ശരി ഞാനതങ്ങ് സഹിക്കും. ഇതും അങ്ങനെ തന്നെ ദേവിക. ഞാനേ ആ നഷ്ടം അങ്ങ് എഴുതി തള്ളു. എനിക്ക് വലുത് സൗഹൃദമാണ്. പക്ഷേ അതെ, യവന് കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. യവൻ കാരണം എനിക്ക് നഷ്ടം വന്നു എന്ന് പറഞ്ഞേ വിഷമിക്കുക. അതിന്റെ പരിഭവ യവനിപ്പം കാണിക്കുന്നതും നേരത്തെ കാണിച്ചു കൂട്ടിയതും. നന്ദ,
ഇത്രയൊരു സഹകരണം കാണിക്കുന്ന കൂട്ടുകാരനുള്ളപ്പോ നീ എന്തിനാണ് വിഷമിക്കുന്നത്? കെവിൻ, സത്യം പറഞ്ഞ കെവിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഇത്രയും സഹകരണം കാണിക്കുന്ന, സാമ്പത്തിക നഷ്ടം പോലും കണക്കാക്കാത്ത ഒരു കൂട്ടുകാരൻ അത്ര എളുപ്പം ആർക്കും കിട്ടില്ല. പിന്നല്ലാതെ. എന്തായാലും മീരയുടെ ആത്മാവെന്നൊക്കെ പറഞ്ഞ് പൂജ ചെയ്തത് വെറുതെ. എന്താതെ ഇനിയും ചുമ്മാ വിഷമം അഭിനയിച്ച് ഉറക്കം തൂങ്ങി നിന്ന നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ? അതെ, പ്രശ്നങ്ങളെല്ലാം തീർന്നു. നീ വാ, നമുക്ക് പോവാം. എന്താ കൂടെ ചെല്ല്. ദേവിക, അച്ഛൻ പറഞ്ഞിട്ട് ദൂരെ നിൽക്കുകയാണെന്ന് പറഞ്ഞ കാര്യം വെച്ച് എവനെ കളിയാക്കിയെ കുറ്റപ്പെടുത്തിയൊന്നും വേണ്ട. നന്ദ, നീ ചെല്ല്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും ഒരു ആശ്വാസമായത്.